നിയോഗത്താലി. രചന, അവതരണം മിത്രവിന്ദ. ശ്രീ, എനിക്കൊരാളെ ഇഷ്ടമാ. ഏറെ നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ പാർവതി മെല്ലെ പറഞ്ഞു തുടങ്ങി. ശ്രീനന്ദ ആശ്വാസത്തോടെ പാർവതിയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിൽക്കുകയാണ്. എന്റെ പൊന്നു പാറു, നിനക്കിത് ആദ്യമേ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? ആന്റി നിന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചതാ ആരോടെങ്കിലും പ്രണയമുണ്ടെങ്കിൽ പറയാന്. എടി, നീ പ്രണയിക്കുന്നതില് അവർക്കാർക്കും ഒരു പ്രശ്നവുമില്ല. നിന്റെ ഏട്ടനും അങ്ങനെയല്ലേ കല്യാണം കഴിച്ചത്? എടി, പക്ഷെ ഇതങ്ങനല്ല. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? ശ്രീനന്ദയുടെ മുഖത്ത് വീണ്ടും സംശയം നിഴലിച്ചു. എടി, ഇത് ഞാൻ ഇതുവരെ ആളോട് പറഞ്ഞിട്ടില്ല. പാർവതി ചെറു വിക്കലോടെ പറഞ്ഞപ്പോ ശ്രീനന്ദ അറിയാതെ ചിരിച്ചുപോയി. അവളുടെ ചിരി കണ്ട് പാർവതി കണ്ണ് കൂർപ്പിച്ചൊന്ന് നോക്കിയതും ശ്രീനന്ദ മുഖത്തെ ചിരി മറച്ചു വെച്ചുകൊണ്ട് അല്പം സീരിയസ് ആയിട്ടിരുന്നു. അതുകൊള്ളാം, നീ എന്താ ഇതുവരെ പറയാത്തത്? അത് പിന്നെ എനിക്ക് പേടിയാ. ഓഹോ, നീ ഇത്ര പേടിക്കാനും മാത്രം ആരാ ആള്? എടി, നീ പറഞ്ഞാ അറിയും. ഹാ, ആളാരാന്ന് പറവണ്ണേ. എടി, നമ്മുടെ അവിനാശ് ചേട്ടനില്ലേ? ഏത്? പ്രവീൺ ചേട്ടന്റെ കൂട്ടുകാരനോ? ശ്രീനന്ദയ്ക്ക് അത്ഭുതം. ആ, അതെ, എന്റെ മോളെ, ആ കലിപ്പൻ ചെക്കനെ നീ അല്ലാതെ വേറെ ആരെങ്കിലും പോയി പ്രേമിക്കോടി? അതെടി, അത് തന്നെ ഇപ്പോഴത്തെ പ്രശ്നം. ആ ചേട്ടനെ കാണുമ്പോൾ എന്റെ മുട്ട് വിറയ്ക്കും. 2-3 പ്രാവശ്യം ഇഷ്ടം പറയാൻ ഞാൻ മുമ്പിൽ പോയി നിന്നതാ. പക്ഷെ പേടിച്ചിട്ടേ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. കൊള്ളാം, അത് നല്ല കഥയായി. ഇനിയിപ്പോ എന്തു ചെയ്യും? എനിക്കറിയില്ല. ഞാൻ ആന്റിയോട് പറയട്ടെ? അയ്യോ പ്ലീസ് ശ്രീ, നീ അമ്മയോട് പറയല്ലേ. അമ്മ എന്നെ ശരിയാക്കും. അതിനിപ്പോ എന്താ, ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം. ആ, നീ എന്തെങ്കിലും ചെയ്യ്. സത്യം പറഞ്ഞാലേ ഇത് നിന്നോട് പോലും പറയാൻ പറ്റാതെ എൻ്റെ ഉള്ളിലിരുന്ന് വിങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു ഇത്രയും ദിവസം. പാർവതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ദിര അവരെ രണ്ടുപേരെയും അന്വേഷിച്ച് മുകളിലേക്ക് വന്നത്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുമായിരുന്നോ? താഴേക്ക് വാ, അമ്മ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട്. ശരി ആൻറ്റി, ദാ വരുന്നു പറഞ്ഞുകൊണ്ട് പാർവതി മുന്നേ നടന്നു. പിന്നാലെ ശ്രീനന്ദയും. താഴെ ലിവിംഗ് റൂമിലേക്ക് അവർ വരുമ്പോൾ അവിടെ ഇരുന്ന പാർവതിയുടെ അമ്മ ശ്രീനന്ദയെ ഒന്ന് നോക്കി. തിരിച്ചവളും. അല്പനേരത്തിന് ശേഷം പാർവതി ആര്യൻകുട്ടനുമായി കളിക്കുവാനായി അവന്റെ പ്ലേയിങ് റൂമിലേക്ക് പോയതും ശ്രീനന്ദ പാർവതിയുടെ അമ്മയെ വിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. എന്തായി മോളെ, നീ അവളോട് സംസാരിച്ചോ? ആന്റി, ഞാൻ സംസാരിച്ചു. പക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് ആന്റി അവളോട് വഴക്ക് പറയുവോ ദേഷ്യപ്പെടുവോ ഒന്നും ചെയ്യരുത്. ശ്രീനന്ദ ഇനി പറയാൻ പോകുന്നത് അല്പം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പാർവതിയുടെ അമ്മയ്ക്ക് മനസ്സിലായി. എന്താ മോളെ, എന്തായാലും നീ കാര്യം പറ. ആദ്യം കാര്യം എന്താണെന്ന് അറിയട്ടെ. പാർവതിയിൽ നിന്ന് കേട്ടറിഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രീനന്ദ അവളുടെ അമ്മയോട് പറഞ്ഞു. അല്പനേരം അവർ ആലോചനയോടെ നിന്നു. ഓ, അതായിരുന്നോ കാര്യം? പെണ്ണിനിത് നേരത്തെ അങ്ങ് പറഞ്ഞാ പോരെ. ഞാൻ ഈ നേരം കൊണ്ട് എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയെന്നറിയാമോ? അവർ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞപ്പോ ശ്രീനന്ദയ്ക്കും അല്പം സമാധാനം തോന്നി. ആന്റി, പറ്റുമെങ്കിൽ ആന്റി ആ അവിനാശേട്ടന്റെ പേരൻസുമായിട്ട് ഒന്ന് സംസാരിക്കുക. അവൾക്ക് ഇത്രയും താല്പര്യമുള്ള സ്ഥിതിക്ക് നമ്മളിത് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. ശ്രീനന്ദ അല്പം പേടിയോടെ മടിച്ചു പറഞ്ഞു. ഞാൻ ആദ്യം അവളുടെ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ പറഞ്ഞുകൊണ്ട് അവരിരുവരും അകത്തേക്ക് കയറി. കുറച്ചു നേരം കൂടി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ച ശേഷം പാർവതിയും കുടുംബവും പോയി. അതോടെ ശ്രീനന്ദയും പതിയെ മുകളിലേക്ക് ചെന്നു. ആര്യൻകുട്ടൻ കൂടി വന്നതോടെ അവരുടെ ബെഡ് ടൈമായി. ഒരു സ്റ്റോറി ബുക്ക് നിവർത്തി വെച്ച് അതിൽ ഒരു സ്റ്റോറി ആര്യൻകുട്ടനെ വായിച്ച് കേൾപ്പിച്ച് ഒരു വശം ചെരിഞ്ഞു കിടക്കുകയാണ് ശ്രീനന്ദ. അഥർവും ഒരരികിലേക്ക് വന്നിരുന്നു. ആഹാ, രണ്ടാളും കൂടി ഇവിടെ ഇരുന്ന് കഥ വായിക്കുവാണോ? ഉറങ്ങണ്ടേ? നാളെ ആര്യൻകുട്ടന് അവധിയല്ലേ, അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടേ ഉറങ്ങുന്നുള്ളൂ, അല്ലേ മോനെ? അതെ ആന്റി പറഞ്ഞുകൊണ്ട് ആര്യൻകുട്ടൻ ശ്രീനന്ദയോട് ചേർന്ന് കിടന്നു. അഥർവ് ലാപ്ടോപ്പും എടുത്ത് ബാൽക്കണിയിലേക്ക് പോകുമ്പോഴും അവരിരുവരും ഓരോന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് അവന് കാണാമായിരുന്നു. ശ്രീനന്ദയുടെ വീട്ടിൽ നിന്നും തിരികെ വന്ന പാറുവിന്റെ അമ്മ കാര്യങ്ങളെല്ലാം അവളുടെ അച്ഛനോട് പറയുകയും പിന്നീട് അവിനാശിന്റെ വീട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്തു. കേട്ടപ്പോൾ അവർക്കും വലിയ താല്പര്യം. അങ്ങനെ പെണ്ണ് കാണലും ഫിക്സ് ചെയ്തു. ശ്രീനന്ദയ്ക്കിപ്പോൾ 7-ാം മാസം. 7-ാം മാസത്തെ സ്കാനിങ്ങും കഴിഞ്ഞ് അവളും അഥർവും നേരെ പോകുന്നത് പാർവതിയുടെ വീട്ടിലേക്കാണ്.
ഇന്നാണ് പാർവതിയെ പെണ്ണ് കാണാൻ അവിനാശും ഫാമിലിയും വരുന്നത്. അല്പം വീർത്ത വയറും താങ്ങി പിടിച്ച് ശ്രീനന്ദ ഉമ്മറത്തേക്ക് കയറിയപ്പോളെ പാർവതി ഓടിച്ചെന്നവളെ ചേർത്ത് പിടിച്ചു. എന്റെ പൊന്നു ശ്രീ, ഞാൻ എത്ര നേരം കൊണ്ട് നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്നോ? അതെന്താടി? ഓ, എനിക്ക് ടെൻഷൻ ആവുന്നു പെണ്ണെ. എന്തായാലും നിന്നെ സമ്മതിച്ചു തരണം. അത്രയും ചെറിയ പ്രായത്തിൽ നീ വിവാഹം കഴിച്ചില്ലേ? ഇതിപ്പോ പെണ്ണ് കാണാൻ അവിനാശേട്ടന്റെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കൂന്ന് ആലോചിച്ച എന്റെ ടെൻഷൻ. ഞാൻ പറഞ്ഞില്ലേ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്നാലും എടി, വിവാഹത്തിന്റെ കാര്യമൊക്കെ രണ്ട് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിച്ചിട്ടും ആളെന്നെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. ഞാനൊരിക്കൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. പക്ഷെ മെസ്സേജ് കണ്ടു, റിപ്ലൈ ഒന്നും വന്നില്ല. എടി, എനിക്ക് ആകെ ടെൻഷനാകുന്നു. ഇനി അവിനാശേട്ടന് എന്നെ ഇഷ്ടായിരിക്കില്ലേ? പാർവതി ആവലാതിയോട് ചോദിച്ചു. അവളുടെ ഈ വെപ്രാളവും പരവേശമൊക്കെ കാണി ശ്രീനന്ദയ്ക്ക് ചിരിയാണ് വരുന്നത്. ഒരിളം പുഞ്ചിരിയോടെ പാർവതിയുടെ മുഖത്ത് വിടരുന്ന പാവങ്ങൾ ഓരോന്നും മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ശ്രീനന്ദ. എന്റെ പൊന്നു പാറു, നീ ആദ്യം സമാധാനമായിട്ട് ഇവിടേക്കൊന്ന് ഇരിക്ക് പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ അവളെ ചേർത്ത് പിടിച്ച് സോഫയിലേക്ക് ഇരുത്തി. ശേഷം അവിടെ ഇരുന്ന ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളവും അവൾക്ക് നേരെ നീട്ടി. ഇത് കുടിക്ക്. പാർവതി ഒറ്റ വലിക്ക് ഒരു ഗ്ലാസ് വെള്ളം മുഴുവനും കുടിച്ചു. ഇനിയൊന്ന് ശാന്തമായിട്ടിരിക്കെ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങള്. നീ വേറൊരു സൈഡിൽ നിന്ന് ചിന്തിച്ചേ. ഇനി ഒരുപക്ഷെ അവിനാശേട്ടനും നിന്നെ ഇഷ്ടാണെങ്കിലോ? പെട്ടെന്ന് ശ്രീനന്ദി അത് പറഞ്ഞപ്പോ പാർവതിയുടെ മുഖം ഒന്ന് തിളങ്ങിയെങ്കിലും പൊടുന്നനെ ആ വെളിച്ചം കെട്ടുപോയി. ഓ, അങ്ങനൊന്നും വരാൻ ഒരു വഴിയില്ല. വീട്ടുകാരെല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവിനാശിനെ ഫാമിലിയെയും അകത്തേക്ക് ക്ഷണിച്ചു. ശ്രീനന്ദയും പാർവതിയും താഴെ തന്നെയുള്ളൊരു റൂമിൽ വെയിറ്റിംഗിലായിരുന്നു. അപ്പോഴാണ് പാർവതിയുടെ അമ്മ അവിടേക്ക് വന്നുകൊണ്ട് ചായ കൊടുക്കുവാനായി അവളെ വിളിച്ചത്. പിന്നാലെ ശ്രീനന്ദയും ഇറങ്ങിച്ചെന്നു. വിറയ്ക്കുന്ന കൈകളോടെ ട്രേയും പിടിച്ച് പാർവതി നടന്നു വരുന്ന ഒരു കാഴ്ച എല്ലാവരിലും ഒരു ചിരി ഉളവാക്കി. അവിനാശ് ഒരു കണ്ണാലെ അത് കാണുന്നുണ്ട്. അവന്റെ അടുത്തേക്ക് ചെന്ന് നിന്ന് പാർവതി ട്രേ അവന് നേർക്ക് നീട്ടി. അവിനാശ് അതിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ എടുത്തപ്പോഴാണ് പാറുവിന് ഒരൽപ്പം ആശ്വാസം വന്നത്. അത്രയും നേരം കുനിഞ്ഞു പോയ മിഴികൾ മെല്ലെ ഉയർത്തിയവൾ അവനെ ഒരു നോക്ക് കണ്ടു. അവളുടെ ചുടിയണകളിൽ ഒരു പുഞ്ചിരി വിടർന്നു. പിന്നെ എല്ലാവർക്കും ചായ കൊടുത്തുകൊണ്ട് അവൾ ശ്രീനന്ദയ്ക്കരികിലേക്ക് ചെന്നു നിന്നിരുന്നു. പിന്നെ കുടുംബക്കാർ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പരസ്പരം രണ്ട് കുടുംബങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി കൊടുക്കലുമൊക്കെയായി സമയമെല്ലാം മുന്നോട്ട് നീങ്ങി. അല്ല, ചെക്കനും പെണ്ണിനും പരസ്പരം എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാട്ടോ. അവിനാശിനൊപ്പം വന്ന കാരണവന്മാരിൽ ആരോ ഒരാൾ പറഞ്ഞപ്പോ പാർവതി വെപ്രാളത്തോടെ ശ്രീനന്ദയെ നോക്കി. ചെന്ന് സംസാരിച്ചിട്ട് വാ. ശ്രീനന്ദ പതുങ്ങിയ സ്വരത്തിൽ പാർവതിയോടായി പറഞ്ഞു. അവിനാശ് മുന്നേ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ പിന്നാലെ പാർവതിയും അവിടേക്ക് നടന്നു. പിടയ്ക്കുന്ന കണ്ണുകളുമായി അവിനാശിന്റെ എതിർവശത്തായി നിൽക്കുവാണ് പാർവതി. അവനും അവൾക്ക് അഭിമുഖം ഇരു കൈകളും മാറിനു കുറുകെ പിണച്ചു കെട്ടിക്കൊണ്ട് ഗൗരവത്തിൽ നിൽക്കുകയാണ്. മുമ്പൊക്കെ തന്നെ കാണുമ്പോ അവന്റെ ചുണ്ടിൽ വിടരാറുള്ള ആ പുഞ്ചിരി പോലും ഇപ്പോഴില്ല. പാർവതിക്ക് വല്ലാത്ത വേദന തോന്നി. ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി, പാർവതി പറഞ്ഞു തുടങ്ങി. അവളുടെ ശബ്ദം നന്നായി ഇടറി. അവനൊന്നും മിണ്ടിയില്ല. രണ്ടു പേർക്കുമിടയിൽ അത്ര സുഖകരമില്ലാത്തൊരു നിശബ്ദത സ്ഥാനം പിടിച്ചു. ഞാനും. ഏറെ നേരത്തിനിപ്പുറം അവൾ നോക്കിയപ്പോൾ അവൻ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. എന്താ പറഞ്ഞത്? അവൾ അത് വ്യക്തമായി കേൾക്കാത്തതുപോലെ വീണ്ടും ചോദിച്ചു. തനിക്ക് ചെവിക്ക് പൊട്ടുണ്ടോ? അവൻ ചോദിച്ചപ്പോ അവൾ ചമ്മിയതുപോലെ ഒന്ന് ചിരിച്ചു. അങ്ങനല്ല. എന്നാൽ വ്യക്തമായിട്ട് കേട്ടോ, എനിക്കും തന്നെ ഇഷ്ടമായിരുന്നുവെന്ന്. നിർത്തി അവിനാശ് പറഞ്ഞതും പാർവതി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി നിന്നുപോയി. പ്രവീണിനോട് 1-2 വട്ടം ഞാൻ ഇതേപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. പാർവതിക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഈശ്വരാ, ഇതിപ്പോ മല പോലെ വന്നത് എലി പോലെ പോയിന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. പാർവതി മനസ്സിൽ ഓർത്തു. പിന്നെ ഇരുവരും കുറച്ചുനേരം വർത്തമാനമൊക്കെ പറഞ്ഞു. ശേഷം അകത്തേക്ക് തിരിച്ചു കയറി വന്നു. അവർ ഇരുവരും അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായി രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായി എന്ന്. എങ്കിൽ പിന്നെ കാര്യങ്ങൾ അധികം വെച്ച് താമസിപ്പിക്കേണ്ട, അല്ലേ? അവിനാശിന്റെ അച്ഛൻ ചോദിച്ചതും
പാർവതിയുടെ അമ്മയും അച്ഛനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ശേഷം അതേയെന്ന അർത്ഥത്തിൽ ഒന്ന് തലകുലുക്കി. അങ്ങനെ വിവാഹത്തിനുള്ള ഡേറ്റൊക്കെ കുറിപ്പിച്ചിട്ട് അവരറിയിക്കാമെന്ന് പറഞ്ഞത് പ്രകാരം ഇരു കുടുംബങ്ങളും പിരിഞ്ഞു. കുറേ സമയം അവിടെ ചെലവഴിച്ച ശേഷമായിരുന്നു ശ്രീനന്ദയും അഥർവും അവിടെ നിന്ന് വീട്ടിലേക്ക് പോയത്. മാസങ്ങളും ദിവസങ്ങളും മെല്ലെ ഇഴഞ്ഞു നീങ്ങി. ശ്രീനന്ദയ്ക്കിത് 9ാം മാസമാണ്. അത്യാവശ്യം വലിയ വയറാണ് അവൾക്ക്. ഇപ്പൊ പഴയതുപോലെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാനൊന്നും അവളെ കൊണ്ടാവില്ല. അതുകൊണ്ട് തന്നെ താഴെ തന്നെയുള്ള റൂമിലാണ് അവർ 3 പേരും ഇപ്പൊ കിടക്കുന്നത്. നന്നേ വീർത്ത വയറും താങ്ങി കാല് താഴേക്ക് ഇട്ടുകൊണ്ട് ഉറക്കം എഴുന്നേറ്റ് ബെഡിലിരിക്കുവാണ് നന്ദ. അഥർവ് അവൾ കരികിലേക്ക് വന്നുകൊണ്ട് തോളി കൈവച്ചു. എന്താ നന്ദ, എന്തുപറ്റി? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവളുടെ തുടുത്തു വീർത്ത കവളുകളിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് അഥർവ് മെല്ലെ ചോദിച്ചു. ഇല്ലേട്ടാ, പക്ഷെ കാലിനൊക്കെ വല്ലാത്ത നീരുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട്. അഥർവ് അവളുടെ കാലിലേക്ക് ഒന്ന് നോക്കി. ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ തന്നെ അഥർവ് നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു ശ്രീനന്ദയുടെ കാൽപാദം മടിയിലേക്ക് എടുത്തു വെച്ച് മെല്ലെ ഒഴിഞ്ഞു വിട്ടു. ഇപ്പം എങ്ങനെയുണ്ട്? നല്ല ആശ്വാസമുണ്ട്. അവൻ്റെ കൈകൾ കാലിൽ തഴുകി തലോടി കടന്നുപോയപ്പോൾ ശ്രീനന്ദയ്ക്ക് വല്ലാത്തൊരു സുഖം തോന്നി. കണ്ണുകൾ ഇറുക്കി അടച്ച് അവൾ അങ്ങനെ സുഖം പിടിച്ചിരിക്കുമ്പോഴാണ് അഥർവിനൊരു ഫോൺ കോള്. ശ്രീനന്ദ കാലവൻ്റെ മടിയിൽ നിന്നും വലിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ബലമായി കാലുകൾ അവിടേക്ക് തന്നെ വെച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. നന്ദ ആ സമയത്രയും അഥർവിനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ ഫോൺ വെച്ചതൊന്നും അറിയാതെ അവൾ ഇപ്പോഴും അവനെ തന്നെ നോട്ടം ഉറപ്പിച്ചിരിക്കുകയാണെന്നറിഞ്ഞതും അഥർവ് അവളുടെ മുഖത്തിന് നേരെ വിരലൊന്നു ഞൊടിച്ചു. ശ്രീനന്ദ ചമ്മലോടെ മുഖം താഴ്ത്തി. കുറച്ചു നേരത്തിന് ശേഷം അഥർവ് കാല് തിരുമലൊക്കെ മതിയാക്കി എഴുന്നേറ്റു. ഏട്ടൻ എവിടേക്കാ? അതുകൊള്ളാം, ദാ സമയം 7 എനിക്ക് റെഡിയായി ഓഫീസിൽ പോകണ്ടേ? ഇന്ന് പോണോ ഏട്ടാ? ശ്രീനന്ദ മെല്ലെ ചോദിച്ചു. അതെന്താ ഇപ്പൊ അങ്ങനൊരു തോന്നൽ? ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകാൻ ഇനി ഒരാഴ്ച കൂടിയില്ലേ? നാളെ മുതൽ ഞാൻ ലീവാ. തനിക്ക് ഒപ്പം ഉണ്ടാകും. സന്തോഷമായിട്ടിരുന്നേ. പറഞ്ഞുകൊണ്ട് അവളുടെ കവൾ ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് അഥർവ് ഫ്രഷ് ആവാനായി മുറിയിലേക്ക് കയറിപ്പോയി. ശ്രീനന്ദ വയറ് തടവിക്കൊണ്ട് കുറച്ച് സമയം കൂടി കട്ടിൽ തന്നെ ഇരുന്നു. അവൾക്ക് വയറവിടെ ഇവിടെയായി കൊളുത്തിപ്പിടിക്കുന്നത് പോലൊരു തോന്നൽ. നന്ദയുടെ നെറ്റി ചുളിഞ്ഞു. തുടരും. തീർന്നു വരുന്നേ. ഇനി അധികമൊന്നും ഇല്ലാട്ടോ.